അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൻ നൂറിലെ 15-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ 15 ആയത്തുകളിൽ ആവർത്തിച്ച് വരുന്നൊരു വിഷയം എന്താ? ഈ 15 ആയത്തുകൾക്കിടയിൽ ആവർത്തിച്ച് വരുന്ന ഒരു വിഷയമുണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ ഫദ്ലും അള്ളാഹിൻ്റെ റഹ്മത്തും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നു. അള്ളാഹുവിൻ്റെ ഫദ്ലും അള്ളാഹുവിൻ്റെ റഹ്മത്തും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹിൻ്റെ കാരുണ്യം അതില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്നാണ്. അതിൻ്റെ ഉത്തരം ഖുർആനിൽ തന്നെ പല സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു. അതിൽ പലതും നമ്മൾ പറഞ്ഞു, വിശദീകരിച്ചു. നമ്മളീ ഒരുമിച്ച് കൂടിയിരിക്കലും നമ്മുടെ ഖുർആൻ പഠനവും ഈ പാരായണവുമെല്ലാം അള്ളാഹുവിൻ്റെ ഫദ്ലും അള്ളാഹിൻ്റെ റഹ്മത്തും കിട്ടാനാണ്. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് കബൂൽ ചെയ്യട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വരുന്നത് അൽസിനത്തും അഫ്വാഹുമാണ്. അൽസിനത്തും അഫ്വാഹുമാണ്. എന്താ അൽസിനത്ത്? ലിസാനിൻ്റെ ബഹുവചനമാണ് അൽസിനത്ത്. എന്താ അൽസിനത്ത്? നാവുകളാണ്. എന്താണ് ഫമ്? അഫ്വാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വായാണ്. നാവും വായ്, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ കാര്യമായി പ്രതിപാദിക്കുന്നത്. വിഷയം എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. ആയിഷ ബീവിയുടെ നിരപരാധിത്വം അള്ളാഹു എടുത്തു പറഞ്ഞതാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഈ സംഭവത്തിലുള്ള പാഠം എന്താണ്? ആ പാഠം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ വിശദീകരിക്കേണ്ടായി. നമ്മളെ നാവും നമ്മുടെ വായും തമ്മിലുള്ള കാര്യങ്ങളും എന്താണ്, നാവിനെ പറ്റി പ്രത്യേകം വായ്ക്കകത്തുള്ള ഒരു സംഗതിയാണ് നാവ്. എന്നിട്ട് എന്താണ് നാവിനെക്കുറിച്ച് പറഞ്ഞത്? വായ് എന്ന് പറയുന്നത് എവിടെ മുതൽ ആരംഭിക്കുന്നു? ചുണ്ട് മുതൽ ആരംഭിക്കുന്നു. അത് നമ്മുടെ ഈ തൊണ്ടയുടെ അവസാനം വരെ എത്തുന്ന ഭാഗമാണ് വായ് എന്ന് പറയുന്നത്. കാരണം എന്താ? വായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവും പല്ലുകളും മോണയും അടക്കമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ശരീരത്തിൽ വായ് എന്ന് പറയുന്നത്, അല്ലേ? വായ് നമ്മളെ ചുണ്ട് മുതൽ നമ്മുടെ അണ്ണാക്ക് വരെയാണ് നമ്മുടെ വായായിട്ട് പരിഗണിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? എന്താ അതിൻ്റെ കാരണം? നമ്മളൊരു വായ് എന്ന് പറയുന്നത്, നമ്മളെ വായ എന്ന് പറയുന്നത് വായായിട്ട് പരിഗണിക്കുന്നത് ചുണ്ട് മുതൽ തൊണ്ട വരെയുള്ള ഭാഗത്തിനാണ് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പരിഗണിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം കൈ എന്ന് പറഞ്ഞ ഇവിടെ മുതൽ ഇതുവരെയാണ് പരിഗണിക്കുന്നത്, അല്ലേ? വായ് എന്ന് പറഞ്ഞാൽ ചുണ്ട് മുതൽ നമ്മുടെ അണ്ണാക്ക് വരെയാണ് വായ് എന്ന് പറഞ്ഞാൽ പരിഗണിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? വായ് എന്ന് പറയുന്നത് ചുണ്ട് മുതൽ അണ്ണാക്ക് വരെ, അതാണ് വായ്. അതിൻ്റെ അതിർത്തി അതാണ്. എങ്ങനെ കിട്ടിയത്? എങ്ങനെയാണത് കിട്ടിയത്? അതിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നമ്മൾ ആയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ചുണ്ട് മുതൽ അണ്ണാക്ക് വരെയാണ്, അണ്ണാക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെയാണ് വായ് എന്ന് പരിഗണിക്കപ്പെടുന്നത്. ഇതിങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി? നമ്മൾ സാധാരണ ഇതിന് തൊണ്ട എന്ന് പറയും, തൊണ്ട എന്ന് പറയും. പക്ഷേ ഇത് വായായിട്ടാണ് പരിഗണിക്കുക. എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. എന്താണ്? അക്ഷരങ്ങൾ ചുണ്ട് മുതൽ അണ്ണാക്ക് വരെയാണ് അക്ഷരങ്ങളെ മഹ്റജ്. അത് പഠിച്ചു വെക്കണം. അക്ഷരങ്ങളുടെ മഹ്റജ് ചുണ്ട് മുതൽ, ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമല്ലേ? ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമല്ലേ? ഏതാണ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരം? മാ. അറബിയിൽ ഉമ്മ എന്നതിന് അറബി വാക്ക് മാ എന്നാണ്. നമ്മൾ ഉമ്മുൻ എന്നതൊക്കെ എന്താണ്? അതൊക്കെ ഫുസ്ഹയായ വാക്കാണ്. മാ എന്ന് പറഞ്ഞാൽ അറബികൾ ഉമ്മ എന്നതിന് 2 വട്ടം മാ എന്ന് പറയും. മാ അതാണ് ഉമ്മ. ഉമ്മാക്ക് മാ എന്നാ പറയുക. 2 വട്ടം
ചുണ്ട് കൂട്ടി തുറന്നാൽ ഉമ്മ എന്ന അറബി വാക്കായി. ഏറ്റവും ലളിതമായ വാക്കാണ് ഭൂമിയിൽ. ഏറ്റവും ലളിതമായ, ഏറ്റവും പെട്ടെന്ന് ഒരാൾ ആദ്യം സംസാരിക്കുന്ന, ഒരു കുട്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം സംസാരിക്കുന്ന ഏറ്റവും ലളിതമായ, ഏത് തളർന്നു കിടക്കുന്നവനും വിളിക്കാൻ പറ്റിയ പാകത്തിന് അള്ളാഹു ഉമ്മ എന്ന വാക്കിനെ ചുണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് റബ്ബ്. ആരാണ് ഉമ്മ എന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പാടാണ്. ആരാണ് ഉമ്മ എന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠമാണ്. ഉമ്മ എന്ന് വിളിക്കാൻ കുറേ ഇടങ്ങേറാകേണ്ട കാര്യമില്ല. രണ്ട് ചുണ്ട് കൂട്ടി തുറന്നാൽ എന്തായി? ഏതവസ്ഥയിലും ഏത് തളർന്നു കിടക്കുന്നവനും ഏത് സംസാരിക്കാൻ പറ്റാത്തവനും മാ എന്ന് പറയാൻ പറ്റും. അതിനാണ് അള്ളാഹുത്തആല അവിടെ കൊണ്ടുവന്ന് വെച്ചത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടായിരിക്കണം? നമ്മളെ സൃഷ്ടിച്ച റബ്ബ് കഴിഞ്ഞ് ഒരാൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് റബ്ബിനോടാണ്, അള്ളാഹിനോടാണ്. അള്ളാഹുവിനോട് സംസാരിക്കുന്ന അത്ര വേറെ ഒരാളോട് സംസാരിക്കാൻ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടോ? നമ്മൾ ദിക്റുകളൊക്കെ ആരോടാ? എല്ലാം അള്ളാഹിനോടുള്ള സംസാരമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും, അള്ളാഹിനോടാ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അതാണ് അല്ലേ? അതുപോലെ കിടക്കുന്നത് വരെ മുഴുവൻ എന്താണ്? സംസാരമൊക്കെ അള്ളാഹിനോട് സംസാരിക്കുകയാണ് നമ്മൾ. ആ വാക്കുകൾ ഏതെടുത്ത് വയ്ക്കുക. അള്ളാഹു അക്ബർ, പടച്ചോനെ, അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, എല്ലാം അള്ളാഹിൻ്റെ സംസാരം. ഏത് ദിക്റും അല്ലാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. കണ്ടാ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ. ഈ നീ എന്നൊക്കെ വിളിക്കണത് എന്തുകൊണ്ടാ? നീ എന്ന് വിളിക്കൽ എപ്പോഴാ വിളിക്കുക? ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് പോവുകയല്ല. അള്ളാഹിനെ നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുകയാണ്. മുഹാത്തബിൻ്റെ സീഗ എന്നാണ് അതിന് അറബിയിൽ പറയുക. അല്ലാഹുമ്മ അൻത റബ്ബി, കണ്ട പടച്ചോനെ നീയാണ് എൻ്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒക്കെ സംസാരമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരോടാ? റബ്ബിനോടാ. പിന്നെ ഈ അള്ളാഹിനോട് ഒഴിവാക്കി നിർത്തിയാൽ പിന്നെ ഒരുപാട് പടപ്പുകളുണ്ട്. നമ്മളെ സ്നേഹിതന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. അതിലൊരു ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത് ആരോടാ? ഭാര്യനോടാ? മക്കളോടാ? ഉമ്മയോടാ സംസാരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഉമ്മാന്ന് വിളിക്കാൻ നമുക്ക് എവിടേക്കും പോകണ്ട, ചുണ്ടുമെന്ന് മതി ഉമ്മാന്ന് വിളിക്കാൻ. അവിടെ കൊണ്ടുവന്ന് വെച്ചത് അതിനാ. അപ്പോൾ ഉമ്മാർ ജീവിച്ചിരിപ്പുള്ള ആൾക്കാർ ചിന്തിക്കുക, ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഫ്രണ്ടിനോടാണോ, ചങ്ങാതിയന്മാരോട് സംസാരിക്കാനാണോ കൂടുതൽ സമയം ചിലവഴിച്ചത്, ഭാര്യനോട് സംസാരിക്കാനാണോ, മക്കളോട് സംസാരിക്കാനാണോ, അതോ ഉമ്മയോട് സംസാരിക്കാനാണോ? ഇന്നലെ ഉമ്മാനോട് സംസാരിച്ചിരുന്നോ? ഉമ്മ ചിലപ്പോൾ നമ്മളെ കൂടെ ആവൂല, തറവാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഉമ്മ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഉമ്മാനെപ്പോഴും കാണുകയും ഉമ്മാനെപ്പോഴും കാണാനും ഉമ്മാനോട് എപ്പോഴും സംസാരിക്കാനും ഏത് മക്കൾക്കാണോ ഭാഗ്യം, ആ മക്കളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഉമ്മ കൂടെ ഉള്ള മക്കളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. മനസ്സിലായില്ലേ? വേറെ വീടെടുത്ത് പോകണമല്ലൊന്നല്ല, ഉമ്മാൻ്റെ കൂടെ നിൽക്കണമല്ല ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. കാരണം ഉമ്മാനെപ്പോഴും കാണാം, ഉമ്മാനോട് എപ്പോഴും സംസാരിക്കാം, ഉമ്മാൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. ഉമ്മാർ മരിച്ചുപോയ ആൾക്കാരുണ്ട്. പിന്നെ മരിച്ചുപോയ ഉമ്മാനോട് സംസാരിക്കാൻ പറ്റുമോ? മരിച്ചുപോയ ഉമ്മാനോട് സംസാരിക്കാൻ പറ്റുമോ? മരിച്ചുപോയ വാപ്പയോട് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞേ? അതാണ് റബ്ബ് പഠിപ്പിച്ചു വെച്ചത്. എപ്പോഴും എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് കണ്ടാ പുറത്തു കൊടുക്ക് പടച്ചോനെ, റബ്ബ് ഗഫിർലി, റബ്ബന ഗഫിർലന പ്രാർത്ഥിക്കണം എപ്പോഴും. അബി വ ഉമ്മി, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്ക്, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്ക് പടച്ചോനെ. വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ പ്രാർത്ഥിക്കണം. അതെപ്പോഴും ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചുമുള്ള നമ്മളെ നാവിൻ്റെ ചുണ്ടിൽ എപ്പോഴും സംസാരം വരണം മാതാപിതാക്കളെ സംബന്ധിച്ച്. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് അള്ളാഹു ഈ അഫ്വാഹും അൽസിനത്തും ഇത്ര വലിയൊരു വിഷയമാക്കി പറഞ്ഞത്? എന്തിനാണിത് പറഞ്ഞത്? യഹ്സബൂനഹു ഹയ്യിനൻ, ബാക്കി യഹ്സബൂനഹു ഹയ്യ, കഴിഞ്ഞ ക്ലാസ്സിൽ കാണാൻ പഠിച്ച ആയത്ത്, യഹ്സബൂനഹു ഹയ്യിനൻ വഹുവ
ഇൻദല്ലാഹി അലീം, വഹുവ ഇൻദല്ലാഹി അലീം, യഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം. നിങ്ങളതിനെ നിസ്സാരമാക്കി കണക്കാക്കുന്നതിൽ അള്ളാഹിൻ്റെ അടുക്കൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്താണ് ആ പറഞ്ഞത് ഗൗരവമുള്ള കാര്യം? ഈ ഫദ്ലും റഹ്മത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്നൊരു ഭാഗം വരുന്നുണ്ട്. അവിടെ ഈ വിഷയം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഈ അഫ്വാഹും അൽസിനത്തും, നമ്മളെ വായും നാവും ഇത്രയും വലിയൊരു വിഷയമായി അല്ല പറയാൻ കാരണം എന്താണെന്നുള്ളത് ഈ സൂറത്തിലെ ഈ പ്രതിപാദ്യ വിഷയങ്ങളെ പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ അവസാനിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തുള്ള പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഇത് നമ്മൾ നിസ്സാരാക്കി കണക്കാക്കുന്നു, അള്ളാഹിൻ്റെ അടുക്കൽ വമ്പിച്ച കാര്യമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നത്. അപ്പോൾ നിങ്ങൾ ഈ സൂറത്തിലെ തന്നെ 22-ാമത്തെ ആയത്ത് മുതൽ നോക്കുക. 22 മുതൽ 26 വരെയുള്ള ആയത്ത് സൂറത്ത് നൂറൻ. ഒതികൊളി. ഈ വിഷയം, അതായത് ഹദീസുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചുള്ള അപവാദവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആയത്തുകളാണ് കേട്ടത്. ഇത് നമുക്ക് പഠിക്കാൻ പോകുന്ന ഭാഗമാണ്. പക്ഷെ ഇതിപ്പോൾ കേൾപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ അൽസിനത്തും അഫ്വാഹും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇൻദല്ലാഹി അലീം എന്ന് പറഞ്ഞു. എന്താണത് എന്ന് മനസ്സിലാക്കാനാണ്. ഈ ഹദീസുൽ ഇഫ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ തുടങ്ങുന്നത് വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅത്ത്, വായിക്കണത് കൈവച്ചോളേ, അർത്ഥം മനസ്സിലാക്കണം. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളെ കൂട്ടത്തിൽ കഴിവുള്ള ആളുകൾ, ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ ഒരിക്കലും തന്നെ ഐ യഉത്തു ഉലുൽ ഖുർബ വൽ മസാക്കീനി വൽ മുഹാജിരിന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞ് വന്ന മുഹാജിറുകൾക്കും അതുപോലെ തന്നെ അഗതികൾക്കും പാവപ്പെട്ട ആളുകൾക്കും മിസ്കീന്മാർക്കും തൊട്ടടുത്ത കുടുംബങ്ങൾക്കും നൽകുകയില്ല എന്ന് ഒരിക്കലും ശപഥം ചെയ്യാൻ പാടില്ല. ഇതെന്താ വിഷയം നമുക്കറിയാം. വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ളവരും സാമ്പത്തികമായി കഴിവുള്ള ആളുകളും എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ച ആരാന്നറിയോ? ആരാ? അബൂബക്കർ റളിയല്ലാഹു തആല ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഖുർആനിലെ ആയത്ത് നോക്കണം നിങ്ങൾ. ആരെപ്പറ്റിയാണ് ഈ പറയണത്?
അബൂബക്കർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനും നമ്മളെ ഈമാനും തുലാസിൻ്റെ 2 തട്ടിലും നമ്മളത് എല്ലായിടത്തും കൂടിയും കൊണ്ടുപോയിട്ട് ഒരു തട്ടിലും സിദ്ദീഖുൽ അക്ബറിനെ ഈമാൻ തട്ടിലും കൊണ്ടുവച്ചാൽ സിദ്ദീഖുൽ അക്ബറിന് താന്നിക്കുന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്, അദ്ദേഹത്തിൻ്റെ വായിന്ന് വന്നൊരു വാക്ക്. ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിൻ്റെ വായിൽ വന്ന ഒരു വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞറിയോ? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു പരത്തിയുടെ കൂട്ടത്തിൽ മിസ്തഹ് ഉണ്ടായിരുന്നു. മിസ്തഹ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചെലവിന് കൊടുക്കുന്ന സഹാബിയാണ്. ആരാണ് ചെലവിന് കൊടുക്കുന്ന? സിദ്ദീഖുൽ അക്ബറാണ്. ഇത്രയും പാവപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അബൂ സുൽത്താൻ്റെ ഒരു കുടുംബവുമാണ് അദ്ദേഹം, മിസ്തഹ്. അപ്പം ഇതിങ്ങനെ പറഞ്ഞ് പരത്തിയ കൂട്ടത്തിൽ എന്തായിരുന്നാലും രാത്രിയല്ലേ, പാതിരല്ലേ, ഇത്ര കിലോമീറ്റർ ആണും പെണ്ണും ഒറ്റയ്ക്കല്ലേ വരണത് എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞു. ആര്? മിസ്തഹും കൂടി വിഷയം പറഞ്ഞു. ഈ സമയത്ത് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, മിസ്തഹിന് ഇനി ഞാൻ ഇതുവരെ കൊടുക്കണത് ഇനി കൊടുക്കൂലെന്ന് പറഞ്ഞു പോയി. ഏതൊരു വാപ്പയുടെയും മനോദുഃഖത്തിൽ നിന്ന് വരുന്നൊരു സംഗതിയാണിത്, അല്ലേ? സ്വന്തം മോളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ചെലവിന് കൊടുക്കണം, നമ്മൾ നോക്കി പിന്നെ സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ ഏതൊരു വാപ്പയും പറഞ്ഞു പോകൂലേ? പറയോ? അവർക്ക് ഇങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ട് എൻ്റെ മോളെ പറ്റി പറഞ്ഞല്ലോ എന്ന്. ആ പറഞ്ഞു പോയതിനെ അർശിൽ നിന്ന് വഹി ഇറങ്ങാണ്. ആലോചിക്കണം നിങ്ങൾ, മനസ്സിലല്ലേ പറഞ്ഞത്? പറഞ്ഞത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയായിട്ടില്ല. ആ വായെന്ന് വന്ന വാക്ക്, അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, ഞാൻ ഇനി കൊടുക്കൂല എന്ന് പറഞ്ഞ ആ വാക്ക്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ആരാണെങ്കിലും പറഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സംഗതിയാണിത്, അല്ലേ? അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. ഇനി ബാക്കി വായിക്കേ. എന്താ ചോദ്യം? അലാ തുഹിബ്ബൂന വൽ യഅഫു വൽ, വായിക്കേ. അത് ആ ആയത്തന്നെ, ആദ്യത്തെ ആയത്തന്നെ. വൽ യഅഫു വൽ യസ്ഫഹു. എന്താ വേണ്ടത്? മാപ്പ് കൊടുക്കണം, വിശാല മനസ്ഥിതി കാണിക്കണം. മാപ്പ് കൊടുക്കണം, വിശാല മനസ്ഥിതി കാണിക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്കത് പൂതിയില്ലേ? അലാ തുഹിബ്ബൂന വല്ലാഹു ഗഫൂർ റഹീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. എന്താ പറഞ്ഞത്? എന്താ വിഷയം? ഇപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മളൊക്കെ എന്തു ചെയ്യും? അറിയാതെ, ഓർമ്മയില്ലാതെ, ചിന്തിക്കാതെ പലതും പറഞ്ഞു പോകും. അതൊക്കെ രേഖയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ, അല്ലേ? നമ്മൾ ബോധമില്ലാത്ത സമയത്ത് പലതും പറയും. ചില ആൾക്കാർ കള്ളുടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ മദ്യപാനം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഓൻ്റെ കണ്ണിൽ ഉമ്മയും പെങ്ങന്മാരും മക്കളും പെൺകുട്ടികളും ഭാര്യയൊക്കെ ഒരേ മൈരേക്കാരം. ഉമ്മാനെയും പിടിക്കാൻ പോകും, മക്കളെയും പിടിക്കാൻ പോകും, അയൽവാസിനെയും പിടിക്കാൻ പോകും. ഓൻ്റെ കണ്ണിൽ എല്ലാവരും ഒരേ മൈരേക്കാരം. ബോധം ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെ പറയാമെന്നറിയില്ല. ലഹരി ഉപയോഗിച്ച ഒരാൾ പറയുന്ന വർത്തമാനങ്ങൾ, ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പറയുന്ന ചില പ്രവർത്തനങ്ങൾ, ചില വാക്കുകൾ, ഇതെന്താ അറിയോ? ഇന്ന് ഇപ്പോൾ ഈ എവിടേക്കാന്ന് ഇപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഒരാളയച്ചെന്ന് ഒരു കുടുംബ, ഇപ്പോൾ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ കുടുംബ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടൊരു കുടുംബ സംഘമാണ്. ആ കുടുംബ സംഗമത്തിൽ ഒരു വെറൈറ്റി കുടുംബസംഘം. അങ്ങനെ അറിയോ? കുടുംബസംഗമം നടക്കുമ്പം ഒരു കള്ളുടിയാണ്ട് കയറി വരികയാണ്. ഒരു കള്ളുകുടിയാണ്ട് കയറി വന്നിട്ട് അയാൾ കള്ളുടിച്ച് കണ്ട് ഭയങ്കരമായിട്ടുണ്ട് പറയാം. കള്ളുടിയന്മാർ പറയുന്ന ഈ വാർഡങ്ങനെ, ഈ വാർഡിങ്ങനെ, അവിടെ ചെയ്തിട്ടില്ല, ഇവിടെ ചെയ്തില്ല, റോഡ് ഇവിടെ ഇങ്ങനെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രസീഡിയത്തിൽ ഇരിക്കണ നേതാക്കന്മാരെ ഭയങ്കരമായി ചീത്ത പറയാണ്. അപ്പോൾ വേറൊരു കള്ളുടിയൻ കടന്നു വരിക. ഇത് കാണുന്ന ഒരാൾ വിചാരിക്കും ഒരു സംഗതി ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിക്കും. കാരണം ഒരു മീറ്റിംഗ് നടക്കണം, ആ മീറ്റിംഗ് വഷളാക്കാൻ വേണ്ടിയിട്ട്
വേറെ കള്ളുടിയൻ വന്നിട്ട് അതിനെ പ്രതികൂലിച്ചിട്ട് പറയാണ്. അങ്ങനെ 2 കള്ളുടിയന്മാർ തമ്മിൽ ഭയങ്കര വർത്താനം, പൊരിഞ്ഞ വർത്താനം. ലാസ്റ്റാ മനസ്സിലാക്കുക എന്ത് ഇതിൽ നാടകം ആണ് എന്നുള്ളത്. നോക്കി, ഇങ്ങനെ ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? ഒരിക്കലും ഒരു മദ്യപിക്കുന്ന ഒരാൾ ഒരിക്കലും എന്തല്ല, മാതൃക അല്ല, ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അയാൾ പറയുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ നാടകമായിട്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ചിത്രീകരണമായിട്ട് പോലും കൊണ്ടുവരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന ഏതൊരു കാര്യവും രേഖയാണ്. നമുക്ക് ബോധമില്ലെങ്കിലും നമ്മളെ മാനസികാവസ്ഥ, ഞാൻ ആ സമയത്ത് ഞാനതിൻ്റെ പറഞ്ഞു പോയി, ആ സമയത്ത് ഞാൻ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു, ശരി, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റബ്ബിനോട് പൊറുക്കലിനെ തേടണം, തൗബ ചെയ്യണം, ഏറ്റു പറയണം റബ്ബിനോട്. നമ്മൾ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ വ്യക്തിനോട് നമ്മൾ ചെന്നിട്ട് മാപ്പ് ചോദിക്കണം, അയാളോട് പുറത്തു തരാൻ ആവശ്യപ്പെടണം, മാപ്പ് തരാൻ ആവശ്യപ്പെടണം, പൊറുക്കാൻ ആവശ്യപ്പെടണം. അള്ളാഹു എന്താ ചോദിക്കണം? അപ്പോൾ നമ്മളെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മനുഷ്യന്മാർ വിട്ടുവീഴ്ച ചെയ്യാത്ത എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ, മനസ്സ് പാകമാവില്ല. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് മണിക്കൂറുകളോളം ഒരു കുടുംബത്തിലെ പ്രശ്നം മസ്ലഹത്താക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ സംസാരിച്ചാലും, മണിക്കൂറുകൾ സംസാരിച്ചാലും ഇതൊന്നും ആൾക്കാരെ തലയിൽ കയറൂല. അപ്പോഴൊക്കെ ഇങ്ങനെ തല കുലുക്കി കേട്ടിട്ട് വീണ്ടും പയമായിട്ട് തന്നെ പോകും, പഴാവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ തന്നെ വീണ്ടും ചെയ്യും. അല്ലെങ്കിൽ ആ പറഞ്ഞത് എത്ര പറഞ്ഞാലും എന്ത് ചെയ്യൂല, അത് ഞാൻ അംഗീകരിക്കും, അത് ഞാൻ മാപ്പ് കൊടുക്കൂല, അത് ഞാൻ പൊറുക്കൂല. ഈ മസ്ലഹത്താക്കാൻ പോയിട്ട് പിന്നെ എനിക്ക് ഇവിടെ നമ്മളെ ഈ ചെറമംഗലത്തെ ഒരു കുടുംബത്തിൽ 2 ആൾക്കാർ വാപ്പയും മരുവനും തമ്മിൽ മസ്ലഹത്താക്കാൻ പോയി ഞാൻ സംസാരിച്ചിട്ട്. അവസാനം എന്തായിന്ന് വെച്ചാൽ, മണിക്കൂറുകളോളം സംസാരിച്ചിട്ട് അവസാനം ആ വാപ്പ മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുവരെ ഈ 2 പേരും, ഞങ്ങൾക്ക് 2 പേർക്കും പല ആൾക്കാരെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചിട്ട് റെഡിയാകാത്തൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ടായത്. 2 ആൾക്കും സമ്മതം എന്ന് പറഞ്ഞിട്ട്. മരുവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, എന്നോട് മിണ്ടലില്ല, സംസാരിക്കലില്ല. മസ്ലഹത്താക്കാൻ എന്നെ വിളിച്ചുകൊണ്ടായതാ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. മസ്ലഹത്താക്കാൻ വിളിച്ചിട്ട് മസ്ലഹത്താക്കാൻ വേണ്ടി സംസാരിച്ചതാക്കിയിട്ട് അയാൾ മരിച്ചുപോയി. ആ മസ്ലഹത്താക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മസ്ലഹത്ത് ചാവണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, പുറത്തെടുക്കണം, മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവസാനം എത്ര പറഞ്ഞാലും സ്വന്തം അമ്മോശന് ഇവനെന്ത് ചെയ്യൂല, അയാളെടുക്കൽ വന്നൊരു കാര്യം മാപ്പ് കൊടുക്കൂല. അപ്പോൾ മാപ്പ് കൊടുക്കാതെ ഈ സംഗതി തീരൂല. അത് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ഓനെന്താക്കി, നമ്മളാ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ നമ്മളോട് മുണ്ടാതെ തെറ്റി, ഇപ്പോഴും തെറ്റി അടക്കണ അവസ്ഥ. കൊല്ലങ്ങൾ കഴിഞ്ഞു, ബന്ധമില്ല, മുണ്ടൂല, സംസാരിക്കൂല, വർത്തമാനം പറയില്ല. എന്താ നമ്മൾ ചെയ്ത് തെറ്റ്? മസ്ലഹത്താക്കാൻ പോയപ്പം നിങ്ങളാ പാപ്പ പറഞ്ഞ സംഗതി നിങ്ങളൊന്ന് മാപ്പാക്കിക്കാളി എന്ന് പറഞ്ഞു. അത് ഞാൻ മാപ്പാക്കൂല, വേറെ എന്തും പറഞ്ഞോളിതാ. അത് മാപ്പാക്കാതെ പ്രശ്നം തീരൂല്ല, പിന്നെന്താ ചെയ്യുക? അത് മാപ്പാക്കലാണ് ഈ പ്രശ്നം തീരാനുള്ളത്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം ഈ ആയത്തിൽ എന്താ അറിയോ? അലാ തുഹിബ്ബു, നോക്കി നിങ്ങൾ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹ് മാപ്പ് തരാൻ നിങ്ങൾ ഉദ്ദേശിക്കണില്ലേ? അള്ളാഹിൻ്റെ മാപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കണില്ലേ? എന്നാൽ പിന്നെ പടച്ചോൻ്റെ മാപ്പ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ പടപ്പൊക്കെ ഒന്ന് മാപ്പ് കൊടുത്തൂടെ? ചെയ്തു പോയി, പറ്റിപ്പോയി, ഒന്ന് മാപ്പ് കൊടുത്തൂടെ? അള്ളാഹ് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് പടപ്പുകൾക്ക് പുറത്തു കൊടുക്കാതിരിക്കുക എന്ന് അള്ളാഹ് ചോദിക്കണത്? വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പോൾ എന്താ ഇതിൽ പഠിക്കാനുള്ളത്? ഇവിടെ ആരുടെ വായിൽ നിന്ന് വന്നൊരു വാക്കിനെ കുറിച്ചാണ് പറയണത്? അപ്പം അത്രയും ഗൗരവമുള്ള സമയം. അപ്പം നമ്മളോടൊക്കെ എത്ര മടങ്ങ് ഗൗരവത്തിൽ ഈ വാക്ക് പറയേണ്ടി വരും. എന്നിട്ട് അള്ളാഹ് പറയാ, ഇന്നല്ലദീന യർമൂനൽ വസ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തിൽ ഉഇനു ഫിദ്ദുനിയ വൽ ആഖിറ. കണ്ട, നല്ല സ്ത്രീകളെക്കുറിച്ച്, മുഅ്മിനാത്തുകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞ ആൾക്കാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപാണ്. ദുനിയാവിലും ആഖിറത്തിലും ആർക്ക്? ഈ പറഞ്ഞ വാക്കെന്താ? ഏത് വാക്കാണ് തൊള്ളീന്ന് വന്നത്? അപവാദമാണ് അവർക്ക്. എന്നിട്ട് ബാക്കി ഇവിടെ ശാപമെന്ന് മാത്രമല്ല, വലഹും അദാബുൻ അളീം. അതാണ് നേരത്തെ പറഞ്ഞ ഇൻദല്ലാഹി യഹ്സബുഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി വഹുവ ഇൻദല്ലാഹി അളീം എന്ന് പറഞ്ഞില്ലേ? ആ ഇൻദല്ലാഹി അളീം എന്ന് പറഞ്ഞത് എന്താണ്? അദാബുൻ
അലീം. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ഭയങ്കരമായ വലഹും അദാബുൻ അലീം, ഗുരുതരമായി വമ്പിച്ച ശിക്ഷയാണ്. അതാണ് നിങ്ങൾക്ക് നിസ്സാരാണെങ്കിലും അള്ളാഹിൻ്റെ അടുക്കൽ ഗൗരവമെന്ന് പറയാനുള്ള കാരണം അള്ളാഹിൻ്റെ അടുക്കൽ അതിന് വമ്പിച്ച ശിക്ഷയാണ്. യൗമ ഇദൻ യുവഫീഹുമുല്ലാഹു ദീനഹുമുൽ ഹഖ, ശരിയായ രൂപത്തിൽ അവർക്കുള്ള പ്രതിഫലം അന്നേ ദിവസം പൂർത്തിയാക്കി കൊടുക്കും. കണ്ടോ? അതിനിടയിലായത്ത് അതാണ് ഏറ്റവും പ്രധാനം. എന്താണ്? യൗമ, വായിക്ക്, നിങ്ങൾ ഖുർആനിൽ നോക്കണില്ല. യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസം. അവരുടെ നാവുകൾ അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസം. വഅയ്ദീഹിം വഅർജുലഹും, അവരുടെ കൈകളും കാലുകളും അവർക്കെതിരായി സാക്ഷി പറയും. ബിമാ കാനു യഅമലുൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് എതിരിൽ സംസാരിക്കും. അടുത്ത ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ള ആയത്താ. എന്താ വിഷയം എന്ന് മനസ്സിലായ? എന്താണ് അൽ-യൗമ? ഏതാണ് ഈ ദിവസം? അൽ-യൗമ തഷ്ഹദു, യൗമ ഇദിൻ യൗമ തഷ്ഹദു അലൈഹിം. ആയത്തൊന്നുകൂടി വായിക്കേ. യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും. അതാണ് പ്രശ്നം. അവരെ നാവുകൾ, അവരെ കൈകൾ, അവരെ കാലുകൾ അവർക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഈ ശ്രദ്ധിക്കേ, നാവും വായും, നാവും ഇനി അതൊന്ന് പറഞ്ഞു നോക്കാണി, ആയത്തൊന്ന് പറഞ്ഞു നോക്കാണി. കാണാതെ അറിഞ്ഞൊരായത്തില്ല ഞങ്ങൾക്ക്, ഇതല്ല നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞൊരായത്തുണ്ട്. മരിക്കണത് വരെ ഉള്ളൂ. പരലോകത്ത് വരുമ്പം ഇത് തുറക്കാൻ പറ്റൂല. പരലോകത്ത് വരുമ്പോൾ വായി തുറക്കാൻ പറ്റൂല. അൽ യൗമ, ഏതാണ് ദിവസം? നഖ്തിമു അലാ അഫ്വാഹിഹിം, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായകൾക്ക് നാം സീല് വെക്കും, മിണ്ടാൻ പറ്റൂല. വതഷ്ഹദു അർജുലുഹും, കണ്ടാ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, കണ്ട, കൈകൾ സംസാരിക്കും. അതാണ് ആ കൈകൾ എതിൽ സാക്ഷി പറയാന്ന് പറഞ്ഞാൽ. വതഷ്ഹദു അർജുലുഹും, കണ്ട, കാലുകൾ സാക്ഷി പറയും, കൈ സംസാരിക്കും. അതിനെ പറഞ്ഞത് സൂറത്ത് യാസീൻ, അതാണ് ഈ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ത്? യസ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം. നിങ്ങളതിനെ ചെറുതായി കാണുന്നു, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗുരുതരമായ കാര്യമാണ് അത് എന്ന് പറയാനുള്ള വിഷയം, ഗൗരവം അതാണ്. അപ്പോൾ നമ്മളെ ചുണ്ടു മുതൽ അണ്ണാക്ക് വരെ അവിടുന്ന് വരുന്ന ഓരോ ഹറഫുകളും ഓരോ കെലിമത്തുകൾ വാക്കുകളായി വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനാണ്, അല്ലേ? എന്തിനാ ഇപ്പോൾ ഖുർആൻ ക്ലാസ്സിൽ വരുന്നത്? എന്തിനാ? നമ്മളുടെ ജീവിതം നന്നാവണം. നമ്മൾ ഓരോ കാൽപ്പാടുകളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചുവടുവെപ്പുകളും എവിടേക്കാണ് പോണത്? മരണത്തിലേക്ക് അടുക്കുകയാണ്. ഒരു ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഒരു ധൃതിയിലിങ്ങനെ, നിങ്ങൾ പലവട്ടം കേട്ടതാണ്, ഒരു ധൃതിയിലിങ്ങനെ ഓടിപ്പോവാണ്, ഓടിപ്പോവാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു. എവിടുക്കത്ര ധൃതി പോകണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് ഒരു മരിപ്പുണ്ട്, മരണത്തിലേക്കാന്നാണ്. അപ്പം ചോദിച്ചു ആരാ മരിച്ചു? ഞാൻ തന്നെ. അപ്പം എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്താ? നിങ്ങളെന്താ അങ്ങനെ പറയണത്? പിന്നെ നമ്മളൊക്കെ കൊടുക്കാൻ ഓടുന്നത്, നമ്മളീ നടത്തൊക്കെ കൊടുക്കുക. ഇതിൻ്റെ എൻ്റെ ലാസ്റ്റ് എവിടെ? ഈ ഓട്ടം എവിടെ അവസാനിക്കും? മരണത്തിൽ അവസാനിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോണത് കൊടുക്കുക മരിക്കാനാണ്, മരണത്തിലേക്ക്. ചിലപ്പം കുറച്ച് കൂടുതൽ ഓടം ഉണ്ടാവും, ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് തയ്ക്കാരാം, ചിലപ്പോൾ ഇരുന്നോടത്ത് നീക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഒരു 3-4 കൊല്ലം ഓടം ഉണ്ടാവും, ചിലപ്പോൾ ഒരു 10-50 കൊല്ലം ഓടം ഉണ്ടാവും. പക്ഷെ ലാസ്റ്റ് എവിടെ? അവിടേക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തയും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നന്നാകണമെങ്കിൽ, നമ്മളൊരു നല്ല മനുഷ്യനാകണമെങ്കിൽ എന്ത് വേണം? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അമൽ നന്നാക്കി തരും. നമ്മളെ പ്രവൃത്തി നന്നാകണമെങ്കിൽ ഒരു മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ പ്രവൃത്തിയാണ്, അല്ലേ? പ്രവൃത്തി നന്നാക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് നന്നാകണം. വാക്ക് നന്നായാൽ ആ മനുഷ്യൻ്റെ പ്രവൃത്തി നന്നായി. അപ്പോൾ എന്ത് ചെയ്യും? യഗ്ഫിർ ലക്കും, അള്ളാഹ് പുറത്തുതരും പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തുതരും. അപ്പോൾ നല്ല മനുഷ്യനായി ജീവിച്ച നല്ല മനുഷ്യനായി മരിക്കാൻ കഴിയും. അങ്ങനെ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് പടച്ചോൻ തരികയാണെങ്കിൽ
അവസാനം നമ്മൾ പറയുന്ന വാക്ക് ഏതായിരിക്കും? അത് അഫ്ളലുൽ കലിമത്തായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠമായ വാക്കായിരിക്കും, നല്ല വാക്ക്. വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞ് മരണപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാതെ വളരെ എങ്ങനെയെങ്കിലുമൊക്കെ നാവും മോശമാണ്, തൊള്ളിയും മോശമാണ്, പേര് ഒരു ആചാര്യനേ ഉള്ളൂ, ഒരു മുസ്ലിമിൻ്റെ പേരേ ഉള്ളൂ, അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനെ ഓന് ഞാനായിട്ടും കാര്യമില്ല. മരിക്കണ സമയത്ത് നിങ്ങൾ മൈക്ക് സെറ്റ് തന്നെ കൊണ്ടുവന്നാണ് ചെവിക്ക് തിരികെ കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ചൊല്ലി മരിക്കാൻ കഴിയില്ല. ജീവിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്തായി അഷ്ഹദു എന്നൊരു വാക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ മുമ്പ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ മുമ്പ് ഒരു വാക്കുണ്ട്, എന്താണ്? അഷ്ഹദു. അതെന്താ? ഞാൻ സാക്ഷിയാണ്, എൻ്റെ ജീവിതം സാക്ഷിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. അങ്ങനെ ജീവിച്ചവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല കലിമത്ത് ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതുവരെയുള്ള ജീവിതത്തിലെ മുഴുവൻ വാക്കുകളും നന്നാക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ഹർഫുകളും, ഓരോ വാക്കുകളും, ഓരോ അക്ഷരങ്ങളും നന്നാക്കണം. അതല്ലാത്ത ഒന്നും വന്നു പോകരുത്. മനുഷ്യ സഹജമായി വന്നു പോകും. വന്നു പോയാൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അയാളെക്കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക, എന്നിട്ട് ഉടനെ തന്നെ ആരോട് പറയുക? റബ്ബിനോട് പറയാം, റബ്ബെ വന്നുപോയി, റബ്ബെ പുറത്തു കൊണ്ട് റബ്ബെ എന്ന് പറയണം. അള്ളാഹു നിമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു